ഇന്നൊരു ഗംഭീര പടത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എടുത്തത് 90 കോടിക്ക്, കിട്ടിയത് 18,33,00,000. ഈ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ഇതിന്റെ കഥ എന്നിട്ടാന്ന് വെച്ചാൽ കുറച്ച് ഭീകരന്മാരായിട്ടുള്ള ഗുണ്ടകളുണ്ട്. ആ ഗുണ്ടകൾ പോലീസുകാർക്ക് കിട്ടില്ല. അപ്പോൾ ഒരു ഭീകരനായിട്ടുള്ള ഒരു പോലീസുകാർ ഇറക്കും. ആളാണ് നമ്മുടെ സല്ലുഭായി. നമ്മുടെ സല്ലുഭായിനെ കുറിച്ച് പറയണെങ്കിൽ മൂപ്പര് വെറും മാസനം. ടെൻഷൻ അടിക്കണ്ട സാറേ, ചേട്ടന്റെ അടി നോർമൽ സ്പീഡിൽ ആലോചിച്ചാൽ കാണാൻ പറ്റില്ല. സ്ലോ മോഷനിൽ ആലോചിച്ചു നോക്കൂ. രണ്ടടി മുകളിൽ രണ്ടടി താഴ്ത്ത്, ഒരടി തുടയിൽ തുടയിൽ. പോലീസുകാർ നമ്മുടെ സല്ലുബായിക്ക് അന്വേഷിക്കാനായിട്ട് ഒരു കേസ് കൊടുക്കും. പിന്നെ നമ്മുടെ സല്ലുബായി റോട്ടി വെച്ചിട്ട് നമ്മുടെ പട്ടാണി ചേച്ചീനെ കാണും. പിന്നെ പട്ടാണി ചേച്ചീനെ കണ്ടാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, സല്ലുബായിക്ക് ക്രഷ് അടിക്കും. പിന്നെ നമ്മുടെ സല്ലുബായി നമ്മുടെ പട്ടാണി ചേച്ചിക്ക് ഒരു ഫോട്ടോ അയച്ചു കൊടുക്കും. എന്നിട്ട് നമ്മുടെ സല്ലുബായിനെ ഒരു ഫോട്ടോഷൂട്ടിന് വിളിക്കും നമ്മുടെ പട്ടാണി ചേച്ചി. എന്നിട്ട് സല്ലുബായി അങ്ങോട്ട് പോവും. ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതം എന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. നമ്മുടെ സല്ലുബായിയുടെ VFX ബോഡി കാണുമ്പോൾ നമ്മുടെ പട്ടാണി ചേച്ചി വീഴും. തൊട്ടില്ലേ തൊട്ടില്ലേ എന്നെ നീ തൊട്ടില്ലേ, നിൻ കൂടെ പോന്നില്ലേ എൻ മനസ്സ്. തൊട്ടില്ലേ തൊട്ടില്ലേ എന്നെ നീ തൊട്ടില്ലേ, നിൻ കൂടെ പോന്നില്ലേ. കോഴിക്കുണ്ടായതാണ്. ഇവനൊക്കെ എങ്ങനെയാണോ പെണ്ണ് സെറ്റ് ആവണേ? പിന്നെ ആ ഗുണ്ടകളില്ലേ, ഗുണ്ടകളുടെ ക്ലബിൽ പോയിട്ട് എന്തോ പ്ലാൻ ചെയ്യാൻ പോകുന്നുണ്ടെന്നുള്ള ഇൻഫോർമേഷൻ നമ്മുടെ സല്ലുബായിക്ക് കിട്ടും. പിന്നെ സല്ലുബായി അങ്ങോട്ട് പോവും. ഡാൻസ് പരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ സല്ലുബായി ഗുണ്ടകളെ പിടിക്കാനായിട്ട് പോവും. പക്ഷെ ആ ഗുണ്ട നമ്മുടെ സല്ലുബായിനെ ഇടിച്ച് പഞ്ഞിക്കിടും. ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് ഇടി കിട്ടിയിട്ട് നമ്മുടെ സല്ലുബായി ആകെ സാഡായിട്ട് ഇരിക്കായിരിക്കും. അപ്പൊ നമ്മുടെ പട്ടാണി ചേച്ചി സ്പ്രേ ഒക്കെ അടിച്ചിട്ട് വരും. പിന്നെ നമ്മുടെ പട്ടാണി ചേച്ചീനെ ഗുണ്ടകൾ കിഡ്നാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സല്ലുബായി അങ്ങോട്ട് എത്തും. സല്ലുബായി എത്തി കഴിയുമ്പോൾ ആ ഗുണ്ടകൾ അവിടുന്ന് മുങ്ങും. പിന്നെ സല്ലുബായി പട്ടാണി ചേച്ചീനെ കാണുമ്പോൾ വീണ്ടും ഒരു സോങ് ഇടും. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ഡാൻസ് കലാപരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ സല്ലുബായി വീണ്ടും ആ ഗുണ്ടകളെ പിടിക്കാനായിട്ട് പോവും ജീപ്പില്. പിന്നെ നമ്മുടെ ഗുണ്ടണ്ണൻ ഇരുമ്പ് കമ്പി എടുത്തിട്ട് നമ്മുടെ സല്ലുബായിന് തല്ലും. സല്ലുബായിക്ക് എന്ത് ഇരുമ്പ് കമ്പി, ഒന്നും പറ്റില്ലേ നമ്മുടെ സല്ലുബായിക്ക്. ചേട്ടാ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. സല്ലുബായിയുടെ പവർ കണ്ടിട്ട് വില്ലൻ എന്നെ തല്ലിക്കൊന്നോന്ന് പറഞ്ഞിട്ട് ചാവും. അങ്ങനെ പടം കഴിഞ്ഞ് പിന്നെ സല്ലുബായി വീണ്ടും ഡാൻസ് കളിക്കാൻ പോവും നമ്മുടെ പട്ടാണി ചേച്ചിയുടെ കൂടെ. ഗൈസ്, പിന്നെ ഈ പടം ഉണ്ടല്ലോ, നമ്മുടെ ഡോൺലി മാമന്റെ പടം ഉണ്ടല്ലോ, ഔട്ട്ലോസ്, അതിന്റെ റീമേക്കാണ്. ആ സിനിമയിൽ നായികയില്ല, പാട്ടുമില്ല, ഒന്നുമില്ല, ഗംഭീര പടമാണ്.